ഹായ് നമസ്കാരം, വെൽക്കം ടു സാലിനീസ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പനീർ ബട്ടർ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്കി മിക്സിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ കട്ടാക്കി എടുക്കുകയാണ്. അതിൻ്റെ പകുതിയാണ് കട്ടാക്കി എടുക്കുന്നത്. നമുക്ക് മുഴുവനെ വേണ്ട, പകുതി മതി അതിൻ്റെ. അപ്പോൾ അതിനെ ഞാൻ കട്ടാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കി എടുക്കുക. ആ ചെറിയ കഷ്ണം മതി, ആ രീതി കട്ടാക്കി എടുക്കല്ലോ. അപ്പം മൊത്തം കട്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അതിൽ ലേശം ഉപ്പ് ഇടുകയാണ്. അതുപോലെ കാശ്മീർ ചില്ലി കുറച്ച് ഇടുക. വേറെ ഒന്നും ഇപ്പോൾ ഇടുന്നില്ല, അത്ര മതി. എന്നിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. ഇത് മസാലയ്ക്കുള്ളതാണ്. 3 ഉള്ളി 3 തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളത് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുക. വലിയ വലിയ കഷ്ണമായിട്ട് കട്ടാക്കിയാൽ മതി. അതൊന്ന് നമ്മൾ വാട്ടിയെടുക്കണം. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. അതിനെ തക്കാളി ഉള്ളി നല്ലോണം കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയെ നന്നാക്കി കഴുകാൻ പോവാണ്. അതിന് മുമ്പേ തക്കാളി കഴുകിയതാണ്. അതുപോലെ ഉള്ളി കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ മസാലയ്ക്കുള്ള എടുത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തവ വെച്ചിട്ട് അതിൽ 6 മുളകാണ് എടുത്തിരിക്കുന്നത്, ഉണക്ക മുളക്. അതിനൊന്ന് നമുക്ക് വറുത്തെടുക്കുക. അതിൽ കുറച്ച് പെരിഞ്ജീരകമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പട്ടയും കറാമ്പാണ് ഇട്ട് നല്ലോണം നമ്മളതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ മുമ്പത്തെ ചിരട്ടേൻ്റെ തവിയാണ് അത്. നമ്മുടെ വീട്ടിലൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അത് നമ്മുടെ പണ്ടത്തെ അല്ല, അപ്പോൾ അതൊരു നല്ലതാണ്. അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടു ഞാൻ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പൊടിച്ചെടുക്കാൻ. പേസ്റ്റല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ തക്കാളി വാട്ടിയെടുത്തില്ല, അതിന് നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കുക. തക്കാളി ഉള്ളി ഒന്ന് വാട്ടിയതാണ്, അതിലൊന്നും ഇട്ടില്ല. എന്നിട്ട് ആ രീതി പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേശം എണ്ണ ഒഴിച്ച് അതിൽ ബിരിയാണീൻ്റെ ഇലയും പട്ടയും കറാമ്പും കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ആ മസാല, നമ്മൾ അരച്ച് വെച്ച മസാലയിൽ ഉള്ളിയും തക്കാളി പേസ്റ്റാക്കി അതിനൊന്ന് അതിലിട്ട് നല്ലോണം മൂപ്പിക്കാം. നല്ല പച്ചമണം പോകുന്ന വരെ നമ്മൾ അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ചിട്ട മസാല അതിൽ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പനീർ നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് എണ്ണയിൽ ചൂടാക്കി എടുത്തില്ലേ, അതും അതിൽ നമ്മൾ മിക്സ് ചെയ്ത് എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക, 1 സ്പൂണ്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.